ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 വാട്ടർ ടെക്നോളജി. അത് നമ്മൾ ഫസ്റ്റ് എപ്പോഴും നമുക്ക് എക്സാമിന് എസ്സേ ചോദിക്കുന്നതാണ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു കാൽസ്യം കാർബണേറ്റ് ഇക്വലൻ്റ് ഹാർഡ്നെസ് വെച്ച് പ്രോബ്ലം ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മൾ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കാൽസ്യം കാർബണേറ്റ് ഈസ് ചൂസൺ ആസ് ദ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിങ് ഹാർഡ്നെസ്. അതായത് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അതായത് കാൽസ്യം കാർബണേറ്റ് എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ആക്കി എടുക്കാൻ കാരണം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻസോലുബിൾ സോൾട്ടാണ്. സോലുബിൾ അല്ല, ഇൻസോലുബിൾ സോൾട്ടാണ്. അതുപോലെ തന്നെ പ്യുവറാണ്. കാൽസ്യം കാർബണേറ്റ് പ്യുവറാണ്, സ്റ്റേബിളാണ്, നോൺ ഹൈഗ്രോസ്കോപ്പിക് ആണ്. നോൺ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നോ മോയ്സ്ചർ അബ്സോർബൻസ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അടുത്ത ഏതാണ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റിൻ്റെ 100 ആണ്, അല്ലെങ്കിൽ ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അതുകൊണ്ട് കാൽക്കുലേഷൻ ഈസിയാണ്. ഓക്കെ, ഇത്രയും കാരണത്താലാണ് കാൽസ്യം കാർബണേറ്റ് ചൂസൺ ആസ് ദ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിങ് ഹാർഡ്നെസ്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്തായിരുന്നു, മാസ് ഓഫ് ദ കാൽസ്യം കാർബണേറ്റ് ഇക്വലൻ്റ് ഹാർഡ്നെസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ഹാർഡ്നെസ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ ഹാർഡ്നെസ് അല്ലേ? ഇതെല്ലാം പഠിച്ചല്ലായിരുന്നോ? ഓക്കെ, ഇനി അടുത്ത് എസ്റ്റിമേഷൻ ഓഫ്, ഇതെപ്പോഴും എക്സാമിന് നമ്മളോട് ചോദിക്കുന്നതാണ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡ്. 8 മാർക്കിനൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡ്, അല്ലെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ. 2-3 പ്രാവശ്യം നമുക്ക് എക്സാമിന് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടത്തില്ല നമുക്ക് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ, അതായത് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡും എന്ന് പഠിക്കണം, അതുപോലെ തന്നെ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്നും പഠിക്കണം. അപ്പം എയിം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ മതി. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് ദ ഗിവൺ വാട്ടർ സാമ്പിൾ ബൈ EDTA മെത്തേഡ്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക്, അതായത് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ആദ്യം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് EBT ഇൻഡിക്കേറ്ററുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഒരു അൺസ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബഫർ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 9 to 10 pH മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് കളർ ചേഞ്ച് കാണിക്കത്തുള്ളൂ. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന കളർ എന്ന് പറയുമ്പോൾ അത് വൈൻ റെഡ് കളറാണ് വരുന്നത്. അത് അറ്റ് ദ എൻഡ് പോയിൻ്റ് ആകുമ്പോഴത്തേനും ബ്ലൂ കളർ ആവണമെങ്കിൽ, അത് നമ്മൾ EDTA ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പം ബ്ലൂ കളർ ആവണമെങ്കിൽ 9 to 10 pH ബഫർ, അത് നമ്മളോട് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള 9 to 10 pH ഇതിൽ മാത്രമേ കളർ ചേഞ്ച് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബഫർ സൊല്യൂഷനായിട്ടുള്ള അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് pH 9 to 10 ബഫർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ മസ്റ്റായിട്ടും പ്രിൻസിപ്പിൾ എഴുതാൻ നമുക്ക്, അതായത് നമ്മൾ ഈ ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ, ഈ റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പിൾ എഴുതാനുള്ളതേ ഉള്ളൂ. അതായത് കാൽസ്യം മഗ്നീഷ്യത്തിൻ്റെ സോൾട്ടാണല്ലോ നമുക്ക് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം എന്ന് പറയുന്നത് Ca2+, പിന്നെ ഏതാ ഉള്ളത് Mg2+, അല്ലേ? Mg2+. ഫസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്യുന്നതാണിത്. ലാബിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ സാമ്പിൾ വാട്ടർ എടുക്കുന്നു അല്ലേ? സാമ്പിൾ വാട്ടർ എന്ന് പറയുന്ന ബീക്കറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആദ്യമേ സിങ്ക് സൾഫേറ്റ് അല്ലേ? സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയാണ്. പിന്നെ സാമ്പിൾ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും. നമ്മൾ 20 ml കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ എടുത്തൊഴിക്കുന്നു. അതിൻ്റെ അകത്തോട്ട് 5 ml ബഫർ സൊല്യൂഷൻ, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 2 to 5, 2 തൊട്ട് 5 ml വരെ നമുക്ക് ബഫർ സൊല്യൂഷൻ. അതിൻ്റെ ഇടയിൽ എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല. 2-നും 5-നും ഇടയിൽ ml എത്ര ഒഴിക്കുക, ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുക. അതിനുശേഷം 2 drops EBT ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, എറിയോക്രോം ബ്ലാക്ക് ടീ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വൈൻ റെഡ് കളർ ഫോം ചെയ്യും അല്ലേ? അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്യൂറത്തിലിരിക്കുന്ന EDTA ആയിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നത്. ബ്യൂറത്തിലിരിക്കുന്ന EDTA ആയിട്ട് ടൈട്രേറ്റ് ചെയ്ത് ഒരു 18 19 ഒക്കെ ആകുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് ആ വൈൻ റെഡ് എന്നുള്ളത് ബ്ലൂ കളറായിട്ട് മാറും അല്ലേ? ആ ബ്ലൂ കളറായിട്ട് മാറിയിട്ട്
അപ്പോൾ നമുക്ക് എൻഡ് പോയിൻ്റ് കിട്ടും. അത്രയും നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിട്ട് ഇതൊന്ന് നോക്കിയാൽ മതി. അതായത് സാമ്പിൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്ന കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടുള്ള അല്ല കാൽസ്യം മഗ്നീഷ്യം സോൾട്ട് ആയിട്ടുള്ള കാൽസ്യം സൾഫേറ്റോ കാൽസ്യം ഏതായാലും ആ മഗ്നീഷ്യം സൾഫേറ്റ് ഏതായിക്കോട്ടെ അതിൻ്റെ ഇത് ഹാർഡ്നെസ് ഉള്ള ഇത് അതേതുമായിട്ട് ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ EBT ഇൻഡിക്കേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നുണ്ട്. EBT ഇൻഡിക്കേറ്ററിന് മുമ്പായിട്ട് നമ്മൾ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്, എൻഡ് പോയിൻ്റ് ആകുമ്പോഴത്തേനും കളർ ചേഞ്ച് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഏത് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തേക്കുന്നത്, EBT ഇൻഡിക്കേറ്റർ എറിയോക്രോം ബ്ലാക്ക് ടീ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ എറിയോക്രോം ബ്ലാക്ക് ടീ ഇൻഡിക്കേറ്ററുമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വൈൻ റെഡ് കളർ ഫോം ചെയ്യുക അല്ലേ. ആ സൊല്യൂഷൻ എന്ന് പറയുന്ന വൈൻ റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. ഈ വൈൻ റെഡ് കളറ് എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്നെസ്സിന് കാരണമാകുന്ന സബ്സ്റ്റൻസിൻ്റെയും സോൾട്ടിൻ്റെയും പിന്നെ ഏതാ വരുന്നത്, EBT ഇൻഡിക്കേറ്ററിൻ്റെയും കൂടെ കൂടിയുള്ളൊരു കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ആ കോംപ്ലക്സ് എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്, സ്റ്റേബിൾ അല്ല ആ കോംപ്ലക്സ് എന്ന് പറയുന്നത്. വൈൻ റെഡിൽ കാണുന്ന നമ്മൾക്ക് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൽ കാണുന്ന ഫ്ലാസ്കിൽ കാണുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്ന അൺസ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. ഈ അൺസ്റ്റേബിൾ കോംപ്ലക്സിനകത്തോട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്തത് EDT ആണ്. ബ്യൂററ്റിലിരിക്കുന്ന EDT നമ്മൾ ഡ്രോപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് അറ്റ് ദ എൻഡ് പോയിൻ്റ് ആകുമ്പോഴത്തേക്കിനും ഈ Ca2+ Mg2+ നമ്മുടെ EDTയും തമ്മിലൊരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. കിട്ടിയോ? EBT അവിടെ നിന്ന് അങ്ങ് മാറും, എറിയോക്രോം ബ്ലാക്ക് ടീ അവിടെ നിന്ന് മാറും. പിന്നെ ഏതൊക്കെയാണ്, Mg2+, Ca2+ഉം EDTയും കൂടെ കൂടിയൊരു കോംപ്ലക്സ് ഉണ്ടാകും. അത് സ്റ്റേബിൾ കോംപ്ലക്സാണ്. അപ്പോൾ EBT ഇൻഡിക്കേറ്റർ അങ്ങോട്ട് മാറും. ആ ബ്ലൂ കളർ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സിലോട്ട് EDT ആഡ് ചെയ്ത് കഴിയുമ്പോൾ മാറുവാണ് ചെയ്തത് അല്ലേ. എറിയോക്രോം ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് മാറിപ്പോവും അല്ലേ. അപ്പം ഈ റിയാക്ഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം. അതായത് Ca2+, Mg2+, പ്ലസ് EBT ഇൻഡിക്കേറ്റർ ഇങ്ങനെ തന്നെ. EBT ഇൻഡിക്കേറ്റർ അത് രണ്ടും കൂടെ കൂടി ഒരു അൺസ്റ്റേബിൾ കോംപ്ലക്സ് വൈൻ റെഡാണ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാനുള്ളൂ. അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, EDTയെ നമ്മൾ ആഡ് ചെയ്യുക, ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ആ Ca2+, Mg2+ഉം കൂടെ തമ്മിൽ EDTയും കൂടെ തമ്മിലൊരു കോംപ്ലക്സ് പോവും. അതിൻ്റെ അകത്ത് ഈ എറിയോക്രോം ബ്ലാക്ക് ടീ അങ്ങ് മാറിപ്പോവും അല്ലേ. അത് സ്റ്റേബിൾ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് കളർ ചേഞ്ച് കാണാൻ പറ്റും. വൈൻ റെഡ് എന്തായിട്ട് മാറും, ബ്ലൂ കളറായിട്ട് മാറും. അപ്പോൾ ഇനി ഇതൊന്ന് വായിച്ച് നോക്കുമ്പോൾ പ്രിൻസിപ്പിൾ വായിക്കുമ്പോഴത്തേനും ഒന്നുകൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നോക്കിയേ, ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ അല്ലേ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ അല്ലേ. EDT ഈസ് യൂസ്ഡ് ആസ് കോംപ്ലക്സിങ് റിയേജൻറ്റ് ടു മെയിൻറ്റെയിൻ ദ pH ഓഫ് ദ സൊല്യൂഷൻ അറ്റ് 9 to 10. അതായത് നമ്മൾ EDT യൂസ്ഡ് ആസ് കോംപ്ലക്സ് റിയേജൻ്റ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് റിയേജൻറ്റ് ടു മെയിൻറ്റെയിൻ ദ pH ഓഫ് ദ സൊല്യൂഷൻ 9 to 10. ബഫർ സൊല്യൂഷൻ ഓഫ് NH4 ഈസ് യൂസ്ഡ് അല്ലേ. ബഫർ സൊല്യൂഷനാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്നത്, 9 to 10 pH ആകാൻ വേണ്ടി ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു കുത്തുണ്ട്, EDT ഈസ് യൂസ്ഡ് ആസ് ദ കോംപ്ലക്സിങ് റിയേജൻറ്റ് കഴിഞ്ഞൊരു കുത്തുണ്ട്. ടു മെയിൻറ്റെയിൻ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ്, ടു മെയിൻറ്റെയിൻ ദ pH ഓഫ് ദ സൊല്യൂഷൻ അറ്റ് 9 to 10. ബഫർ സൊല്യൂഷൻ ഓഫ് NH4Cl ആൻഡ് NH4OH ഈസ് യൂസ്ഡ്. ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന ഒരു സ്മെല്ലൊക്കെ ആയിട്ടുള്ള ബഫർ സൊല്യൂഷനാണ് അല്ലേ. ഫൗൾ സ്മെല്ലായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ വെൻ ദ EBT ഇൻഡിക്കേറ്റർ ആഡഡ്, ആ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ EBT ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു, ഹാർഡ് വാട്ടർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈൻ റെഡ് കളേർഡ് അൺസ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് Ca2+ ആൻഡ് Mg2+. ദെൻ pH ഓഫ് ദ pH എത്രയായിരിക്കും, 9 to അല്ലെ 10 pH ആയിരിക്കും. വെൻ ദിസ് വൈൻ റെഡ് കളേർഡ് കോംപ്ലക്സ് ഈസ് ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് EDT. അതേതുമായിട്ട് ടൈട്രേറ്റ് ചെയ്യണം, EDT ആയിട്ട് ടൈട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്, അറ്റ് ദ എൻഡ് പോയിൻ്റ് എങ്ങനെയായിരിക്കും, ആ വൈൻ റെഡ് എന്ന് പറയുന്നത് ചേഞ്ചസ് ടു ബ്ലൂ. വൈൻ റെഡ് കളർ എന്തായിട്ട് മാറും, ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ അല്ലേ. ലാസ്റ്റത്തെ സെൻറ്റൻസും ഒക്കെ ചേഞ്ചസ് ഫ്രം വൈൻ റെഡ് ടു ഒറിജിനൽ ബ്ലൂ കളർ ഷോയിങ് ദ എൻഡ് പോയിൻ്റ്. ഓക്കെ, ഇനി
അപ്പം എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡ് അല്ലെങ്കിൽ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എയിം എഴുതണം, പ്രിൻസിപ്പിൾ എഴുതണം, ഈ റിയാക്ഷൻ മസ്റ്റായിട്ട് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് EDTA നമുക്ക് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. EDTA എന്ന് പറഞ്ഞാൽ എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എഥിലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഥിലീൻ എന്ന് പറയുന്ന എഥിലീൻ എന്ന് പറഞ്ഞാൽ CH ഡബിൾ ബോണ്ട് CH എഥിലീൻ, അല്ലെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2. അതിൽ 2 അമീൻ ഗ്രൂപ്പും ഉണ്ട് അല്ലേ? 2 അമീൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഡൈഅമീൻ. അതേലാണ് ടെട്രാ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന CH2COH, CH2COOH, ടെട്രാ 4 എണ്ണം. ഓക്കെ, ഇവിടെയും CH2COOH, ഇവിടെയും CH2COOH. ഇത്രേ ഉള്ളൂ. എഥിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇത് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ബ്യൂററ്റിൽ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി പ്രൊസീജിയറിനകത്ത് ഫസ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷൻ. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷനകത്ത് നമ്മൾ സിങ്ക് സൾഫേറ്റ് ആണ് ഏതായിട്ട് എടുത്തേക്കുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷനകത്ത് എടുത്തിരിക്കുന്ന ഏതാണ്? സിങ്ക് സൾഫേറ്റ്. ഓക്കെ, സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മൾ 20 ml കോണിക്കൽ ഫ്ലാസ്കിലോട്ട് പിപ്പറ്റ് ഔട്ട് ചെയ്യുക. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 ml ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുക. പിന്നെ ഫോളോഡ് ബൈ 2 drops EBT ഇൻഡിക്കേറ്റർ. അപ്പോൾ അതിൻ്റെ കളർ എന്തായിട്ട് മാറും? നേരത്തെ പോലെ തന്നെ വൈൻ റെഡ് കളറായിട്ട് മാറും. പിന്നെ ടൈട്രേറ്റഡ് എഗെയിൻസ്റ്റ് ഏതാണ്? EDTA. അത് ബ്യൂറത്തിനകത്തുള്ള EDTA അല്ലേ? അറ്റ് ദ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ കളർ ചേഞ്ച് വരുന്നത്. വൈൻ റെഡ് എന്ന് പറയുന്നത് ബ്ലൂ ആയിട്ട് മാറും. ടൈട്രേഷൻ റിപ്പീറ്റഡ് ടിൽ ദ കൺകോർഡൻറ്റ് വാല്യൂ ആർ ഒബ്റ്റെയിൻഡ്. അതായത് ഒന്ന് വായിച്ചു തരാം നോക്കിയേ. 20 ml ഓഫ് ദ സ്റ്റാൻഡേർഡ് സിങ്ക് സൾഫേറ്റ് ഈസ് പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ ക്ലീൻ കോണിക്കൽ ഫ്ലാസ്ക്. 5 ml ബഫർ സൊല്യൂഷൻ, 2 drops EBT ഇൻഡിക്കേറ്റർ. Then wine red color is obtained. It is then titrated against EDTA taken in the burette. At the end point, color change from wine red to blue. Titrations are repeated till the concordant value will obtain, അല്ലെങ്കിൽ concordant values are obtained. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTAക്കകത്തുനിന്ന് നമുക്ക് മൊളാരിറ്റി ഓഫ് EDTA ആണ് അവിടെ കിട്ടുന്നത്. ആ മൊളാരിറ്റി ഓഫ് EDTA കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ അടുത്തതിലോട്ട് നമുക്ക് ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ M2V2 = M3V3 വെച്ചുള്ള ഇതിലോട്ട് ഇക്വേഷനിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം EDTAയുടെ മൊളാരിറ്റി ഓഫ് EDTA കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTA യൂസ് ചെയ്യുന്നത്, അതായത് സിങ്ക് സൾഫേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ സാമ്പിൾ. അതിൻ്റെ അകത്ത് എന്താണ്? ഇതുപോലെ തന്നെ സിങ്ക് സൾഫേറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഹാർഡ് വാട്ടർ സാമ്പിൾ ഹാർഡ് വാട്ടർ എടുക്കുക. ഇത്രയേ ഉള്ളൂ. റിൻസ് ആൻഡ് ഫിൽ ദ ബ്യൂററ്റ് വിത്ത് EDTA സൊല്യൂഷൻ. 20 ml ഹാർഡ് വാട്ടർ സാമ്പിൾ എന്തെടുക്കുക? പിപ്പറ്റഡ് ഔട്ട് ഇൻ ടു എ ക്ലീൻ കോണിക്കൽ ഫ്ലാസ്ക്. ആഡ് 5 ml ബഫർ സൊല്യൂഷൻ, 2 drops EBT ഇൻഡിക്കേറ്റർ. വൈൻ റെഡ് എന്നുള്ള കളറാകും. അറ്റ് ദ ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് EDTA സൊല്യൂഷൻ. അറ്റ് ദ എൻഡ് പോയിന്റ് വൈൻ റെഡ് കളർ ടു ബ്ലൂ അല്ലേ? വൈൻ റെഡ് കളർ എന്തായിട്ട് മാറും? ബ്ലൂ ആവും. പിന്നെ ടൈട്രേഷൻസ് ആർ റിപ്പീറ്റഡ് ടിൽ ദ കൺകോർഡൻറ്റ് വാല്യൂസ് ആർ ഒബ്റ്റെയിൻഡ്. അതൊന്നുകൂടെ കൺകോർഡൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരേ വാല്യൂ, അതായത് ബ്യൂററ്റെ നമുക്ക് 20 കിട്ടുന്നതെങ്കിൽ അല്ലെ 21 കിട്ടുന്നതെങ്കിൽ ആ 21 നമുക്ക് 2 പ്രാവശ്യവും കിട്ടണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 18 കിട്ടിയത്, പിന്നെ അടുത്ത പ്രാവശ്യം 17 കിട്ടി, അത് കഴിഞ്ഞ് വീണ്ടും 17 കിട്ടിയാലേ ഉള്ളൂ നമുക്ക് കൺകോർഡൻറ്റ് വാല്യൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മളിന്ന് പഠിച്ച ഏതായിരുന്നു? അതായത് കാൽസ്യം കാർബണേറ്റ് ചൂസ്ഡ് ആ സ്റ്റാൻഡേർഡ് ഫോർ എക്സ്പ്രസിങ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കാൽസ്യം കാർബണേറ്റിനെ യൂസ് ചെയ്യുന്നതിന് കാരണം ഇൻസോലുബിളാണ്, പ്യുവർ സ്റ്റേബിൾ ആൻഡ് നോൺ ഹൈഗ്രോസ്കോപ്പിക് ആണ്. പിന്നെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 100 ആണ്, അല്ലെങ്കിൽ ഇക്വലൻ വെയിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അതുകൊണ്ട് കാൽക്കുലേഷൻ ഈസിയാണ്. പിന്നെ എന്താ അടുത്ത പഠിച്ചത്? എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ബൈ EDTA മെത്തേഡ് ഓർ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ.
എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്നുള്ളത്. ഇനി എയിം, അതിൻ്റെ അകത്ത് ആദ്യമേ എഴുതേണ്ട എയിം എഴുതണം, പിന്നെ പ്രിൻസിപ്പിൾ എഴുതണം. എയിം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ മതി, അതിൻ്റെ ഫ്രണ്ടിൽ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതേ നോക്കി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതേ നോക്കി നമുക്ക് ഇത് എഴുതാൻ പറ്റും, പ്രിൻസിപ്പിൾ എഴുതാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ റിയാക്ഷൻ നല്ല വൃത്തിയായിട്ട് കാണാൻ പഠിക്കുക. അതിന് ശേഷം അടുത്ത നമ്മുടെ ഏതാണ്, സ്ട്രക്ചർ ഓഫ് EDT. അതുപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യാൻ കാരണം എന്താണെന്നുള്ളത്. അതായത് 9 to 10 pH മാത്രമേ ഇവിടെ എന്ത് കളർ ചേഞ്ച് കാണിക്കത്തുള്ളൂ, വൈൻ റെഡ് എന്നുള്ളത് ബ്ലൂ ആയിട്ടുള്ള കളർ ചേഞ്ച് കാണിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത് ഇത് സ്ട്രക്ചർ ഓഫ് EDT ചോദിച്ചിട്ടുള്ളതാണ് എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഈ സ്ട്രക്ചർ ഇതുപോലെ തന്നെ കാണാൻ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDT സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 20 ml സിങ്ക് സൾഫേറ്റ് എടുക്കുക, 20 ml ബഫർ 5 ml ബഫർ സൊല്യൂഷൻ, 2 drops CBT ഇൻഡിക്കേറ്റർ, ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് EDT അറ്റ് ദ എൻഡ് പോയിന്റ് വൈൻ റെഡ് ബ്ലൂ ആവുന്നു. കൺകോർഡിൽ ദ ടൈട്രേഷൻസ് ആർ റിപ്പീറ്റഡ് ടിൽ ദ കൺകോർഡൻറ്റ് വാല്യൂ ഒബ്റ്റെയിൻഡ്. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് സാമ്പിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് സൾഫേറ്റിന് പകരം നമ്മൾ എന്തെടുക്കുക, ഹാർഡ് വാട്ടർ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് 20 ml ഹാർഡ് വാട്ടർ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക, 2 drops CBT ഇൻഡിക്കേറ്റർ, അതിന് മുമ്പായിട്ട് ബഫർ സൊല്യൂഷൻ 5 ml, വൈൻ റെഡ് അപ്പോഴും ഉണ്ടാവും, ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് EDT അറ്റ് ദ എൻഡ് പോയിന്റ് വൈൻ റെഡ് കളർ ടു ചേഞ്ച് ബ്ലൂ അല്ലേ. കൺകോർഡൻറ്റ് വാല്യൂ ഒബ്റ്റെയിൻഡ് അല്ലേ, ടൈട്രേഷൻസ് ആർ റിപ്പീറ്റഡ് ടിൽ ദ കൺകോർഡൻറ്റ് വാല്യൂസ് ആർ ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഇത്രയും പഠിപ്പിച്ച മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട്. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDT ഉണ്ട്, എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതായത് ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാനായിട്ട്, അടുത്ത ക്ലാസ് ഇതിൻ്റെ പ്രോബ്ലം ആയിരിക്കും ഇടുന്നത്. ആ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആ കാൽക്കുലേഷൻ കാണും. നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാൽക്കുലേഷൻ അതായത് M1V1 = സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് EDTക്കകത്ത് M1V1 = M2V2 എന്ന് എഴുതുക. അതിൻ്റെ അകത്ത് M2 കണ്ടുപിടിക്കുക. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് ഹാർഡ് വാട്ടറിൻ്റെ അകത്ത് M2V2 = M3V3 എന്ന് കൊടുക്കുക. അങ്ങനെ ആ ഇക്വേഷൻസ് അങ്ങ് എഴുതി വിട്ടാൽ മതി. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴത്തേനും ഒരുമിച്ചങ്ങ് പറഞ്ഞു പോകാം. ഓക്കെ, താങ്ക് യു.